കോതമംഗലത്ത് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണ അപകടം. താൽക്കാലികമായി സജ്ജീകരിച്ച ഗാലറിയാണ് തകർന്നു വീണത്. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായി ഏറ്റെടുക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ 24-നോട് പറഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പരിക്കേറ്റവരെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവായെന്നും കേരള കോൺഗ്രസ് നേതാവ് ഷിബു തെക്കുംപുറം വ്യക്തമാക്കി. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് കോതമംഗലം അടിവാട് 7 ഹീറോ യങ്സ് എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ക്ലബ്ബ് സംഘടിപ്പിച്ച ടൂർണമെന്റിന്റെ ഭാഗമായി ആയിരുന്നു. 7 ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയായിരുന്നു. 10 മണിയോടുകൂടിയായിരുന്നു മത്സരം ആരംഭിക്കേണ്ടത്. എന്നാൽ 9 മണിക്കാണ് ഇത്തരത്തിലേക്ക് ഒരു അപകടമുണ്ടായത്. ഗാലറിയുടെ ഒരു ഭാഗത്തേക്ക് തകർന്നു വീഴുകയായിരുന്നു ചെയ്യുന്നത്. തലയ്ക്കാണ് അവർക്ക് പരിക്കേറ്റുള്ളത്. സിറ്റി സ്കാൻ ഉൾപ്പെടെയുള്ള വിദഗ്ധമായ സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ആലുവയിലെ രാജഗിരി ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ നിലവിൽ 3 പേരെ മാറ്റിയിട്ടുള്ളത്. 32 പേരെ ഇവിടെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആരുടെയും വലിയ തരത്തിലുള്ള പ്രശ്നമില്ല. ഈ ഹീറോ യങ്സ് എന്ന് പറയുന്ന ഈ സംഘടന ഇതിന്റെ ഭാരവാഹി തന്നെ ഇപ്പോൾ 24-നോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ എന്തായിരുന്നു സംഭവിച്ചത്? ഏതെങ്കിലും ഗാലറിക്ക് ഏതെങ്കിലും പ്രശ്നമുണ്ടായിട്ട് നേരത്തെ അറിയാമായിരുന്നു? ഗാലറി പ്രൊഫഷണൽ ടീമിനെ കൊണ്ട് ചെയ്തിരിക്കുന്ന ഗാലറിയാണ്. ഗാലറിയിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ ദിവസവും തന്നെ ചെക്ക് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ സമീപകാലത്തുള്ള മഴയുണ്ടല്ലോ, മണ്ണ് കുതിർന്ന് നിൽക്കുന്നത് നമുക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഒരു ചെറിയ പോർഷൻ ഗാലറിയിലാണ് ഇന്നിപ്പോൾ ഈ അപകടം നടന്നത്. അതായത് മെയിനായിട്ടിരിക്കുന്ന ഒരു 1200 പേര് ഇരിക്കാൻ പറ്റുന്ന ഗാലറിയാണ് നമ്മൾ പ്രൊഫഷണൽ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൽ ഒരു 200 പേര് ഉൾക്കൊള്ളാവുന്ന ചെറിയൊരു ഗാലറി ഉണ്ട്. ആ ഗാലറിയുടെ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഈ അപകടം നടന്നത്. അതിൻ്റെ 2 തൂണുകൾ മണ്ണിലേക്ക് ഇരുന്ന് വേച്ച് വീഴുവായത്. അല്ലാണ്ട് അപകടമായിട്ട് ഇവിടെ പതിവിലും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടായിരിക്കാം. പതിവിലും കൂടുതൽ ആളുകൾ വന്ന് കയറി ഇരുന്നിട്ടില്ല. 150 താഴെ ആളാണ് ഗാലറിയിലേക്ക് കയറി ഇരുന്നിട്ടുള്ളൂ. എന്നുവെച്ചാൽ കളി സ്റ്റാർട്ടായിട്ടില്ല, ടീം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാധാരണ ഇന്ന് ഫൈനൽ കൂടി ആയതുകൊണ്ട് വൈകുന്നുള്ളതുകൊണ്ട് കാണികൾ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ സൗകര്യപ്രദമായിട്ട് വരുന്ന ഫസ്റ്റ് കയറിയിരിക്കാൻ പറ്റുന്ന സ്ഥലമായതുകൊണ്ട് വന്നവർ കയറിയിരുന്ന ഗാലറിയിലാണ് ഈ അപകടം നടന്നത്. തത്സമയം തന്നെ നമ്മുടെ പ്രവർത്തകരെല്ലാവരും നാട്ടുകാരും കൂടിയിട്ട് ഈ പരിക്ക് പറ്റിയ എല്ലാവരെയും നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തു. എല്ലാ സംവിധാനവും ഉപയോഗിച്ച് നടത്തുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റാണ്. ജനങ്ങളുടെ വലിയ പങ്കാളിത്തവും സഹകരണവും ഈ ടൂർണമെൻറ്റിന് ഉണ്ട്. പക്ഷേ ഈ ഗാലറി എങ്ങനെ ഞെരിഞ്ഞമർന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ കാരണങ്ങളൊന്നും തോന്നുന്നില്ല. ഏതായാലും ഇതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഗുരുതരമായ പരിക്കുകൾ ആർക്കും ഇല്ലാത്തതുകൊണ്ട് തീർച്ചയായും വളരെ ആശ്വാസമുണ്ട്. ഹീറോ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ലബ്ബാണ്. അവർ വർഷങ്ങളായിട്ട് ഇത്തരം പരിപാടികൾ നടത്തുന്നതാണ്. അതായത് ഏതെല്ലാം സ്ഥലത്ത് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ അവിടെയൊക്കെ ഓടിയെത്തുന്ന കുറേ യുവാക്കളാണ്. വളരെ ആത്മാർത്ഥമായിട്ട് നടത്തിപ്പോരുന്നതാണ്. ഇത് വർഷങ്ങളായിട്ട് നടന്നു പോരുന്നതാണ്. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുമില്ല. നമ്മൾ വിത്തിൻ സെക്കൻഡിന് ആ നാട്ടുകാരും അതുപോലെ ക്ലബിൻ്റെ വോളണ്ടിയേഴ്സും എല്ലാവരും കൃത്യമായിട്ട് അത് നമുക്കിവിടെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് അതിലേറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് വിടാൻ പറ്റിയതാണ് 80% കേസുകളുണ്ടായിരുന്നത്. പിന്നെ ഫ്രാക്ചറുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർ ഇവിടെ 35ഓളം പേര് ബെസോലിസ് ഹോസ്പിറ്റലുള്ളതുകൊണ്ട് അവരെ എക്സ്റേയും മറ്റും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള താമസം ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമായിട്ടുള്ള ആരും തന്നെ ഇല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. 32 പേരെ മാർബേഴ്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അടിയന്തരമായിട്ടുള്ള സേവനങ്ങൾക്ക് ശേഷം പലരെയും ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. 27 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു ഹീറോ യങ്സ് എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബ് സംഘടിപ്പിച്ച ടൂർണമെന്റിനിടയ്ക്കാണ് ഇത്തരത്തിലേക്ക് ഒരു അപകടം ഉണ്ടായത്. പക്ഷേ എല്ലാ തരത്തിലുള്ള ചികിത്സാ ചെലവുകളും ഏറ്റെടുത്തുകൊണ്ട് അവരെ പൂർണ്ണ സ്ഥിതിയിലേക്ക് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ക്ലബ്ബ് വ്യക്തമാക്കുന്നുണ്ട്. കോതമംഗലത്ത് നിന്ന് VS രാഹുലിനൊപ്പം YS അഭിനന്ദ്, 24.